എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു ചെറിയൊരു മീൻ കറി ഉണ്ടാക്കാം. ഇതാണ് മീന്. മീനിന്റെ പേരൊന്നും അറിയില്ല. പീസ് മീനാണ്. ഒരു 1/2 കിലോന്റെ ഉള്ളിലുള്ളൂ. ഇനി വേണ്ട സാധനങ്ങൾ പറയാം. ആ പുളി വാളംപുളിയാണ്, ഒരു ഉണ്ട പുളി എടുക്കുന്നത്, തക്കാളി ഉണ്ട്, കുഞ്ഞൻ ഉള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്. പിന്നെ ഇതൊക്കെ വറുത്തരക്കണം. മുളക്, മല്ലി, ലേശം പെരിഞ്ചീരകം, ലേശം ഉലുവ, ഇതൊക്കെ വറുത്തരക്കണം. വറുത്തരച്ച് മീൻകറിയാണ് വെക്കണത്. പുളിഞ്ഞ് കുതിരാൻ വെച്ചിട്ടില്ല, കുതിർത്തി പിഴിയണം. പിന്നെ ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ദൂറുണ്ട് കുറച്ച്. അത് ഇഞ്ചി ഇങ്ങനെ കൊത്തിയല്ലതും ഉണ്ട് കുറച്ച്. അപ്പോൾ ഇത് വറുത്ത് അരയ്ക്കാം, എന്നിട്ട് നോക്കാം. അങ്ങനെ നമുക്ക് വറക്കാം. ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാവാൻ. മുളക്, മല്ലിയൊക്കെ വേണ്ടത് കുറച്ച് മല്ലി കുറച്ച് വേണം. അത് അപ്പോഴേ നന്നായിട്ടുണ്ടാവുള്ളൂ. 5 വലിയ ടീസ്പൂൺ 5 സ്പൂണൊക്കെ ഉണ്ടാവും. പിന്നെ വേണ്ട മുളക്. അങ്ങനെ മുളകിടാം ആദ്യം. എണ്ണയൊന്നും ഒഴിക്കണ്ട, ചുമ്മാ വറുത്താലേ മതി. അതൊന്നാവട്ടെ. മല്ലി ഇടാം. നല്ല ഒന്ന് മുരുക്കനായിട്ട് വാസനയൊക്കെ വരട്ടെ, മണമൊക്കെ വരണം. മല്ലിക്ക് നല്ല അരച്ചിട്ട് പിന്നെ കറി വെക്കുമ്പോൾ കാണാം എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത്. വേഗം ആവും, ഒരുപാട് നേരം വേണ്ട. പുളി മാത്രം കുറച്ച് പിഴിഞ്ഞ് കുറച്ച് വേവണം, കുറച്ച് വേഗം വെക്കണം പുളിഞ്ഞ. പിന്നെ ഉലുവയും വലിയ ജീരകം ഇത് വേണമെങ്കിൽ ഇടാൻ നിർബന്ധമില്ല. നമുക്കൊരു ഫ്ലേവറിനാവട്ടെ വേണ്ടി ഞങ്ങൾ ഇടുകയാണ്. ഉലുവ 1 സ്പൂൺ, ചെറിയൊരു സ്പൂണിൽ 1 സ്പൂൺ ഉലുവ ഉണ്ട്. ഉലുവയും പെരുംജീരകം. അങ്ങനെ വറുത്തരച്ചൊരു മീൻ കറിയാണ്. അതിന് ടേസ്റ്റായൊരു മീൻ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. വീഡിയോ ഫുള്ളും കാണണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്കൂടെ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല, പുതിയ കുട്ടികളൊക്കെ, അവർക്ക് കൂടെയാണ്. മുളകും ഇതൊക്കെ വേണ്ടത് കുറയ്ക്കുകയും ചെയ്യാം. പുളിയൊക്കെ ഇപ്പോൾ കുറച്ച് വേണ്ടുള്ള കൊണ്ട് ഞാൻ കുറച്ച് പുളിയൊക്കെ എടുത്തുന്നത്. അത് കുതിർത്തി അത് പിഴിഞ്ഞൊക്കെ എടുക്കട്ടെ. കറി വയ്ക്കുമ്പോൾ കാണാം. ഇത് അരച്ചിട്ട് വരട്ടെ, അരച്ചിട്ട് കാണാം. ചൂടാറുമ്പോഴേക്ക് കരിയാൻ പാടില്ല, അതാണ് ഇവിടെ തിളക്കിക്കൊണ്ടിരിക്കുന്നത്. ചട്ടിക്ക് ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ കരിയാൻ പാടില്ല പറഞ്ഞിട്ടാണ്. ഇനി എന്നിട്ട് കറി വയ്ക്കുമ്പോൾ കാണാം. അരച്ച് പൊടിച്ച് ഒന്ന് ആദ്യം മിക്സിയിട്ട് പൊടിക്കണം. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അരയ്ക്കാൻ പാടൂ. എന്നിട്ട് ഉള്ളി വറക്കണം. ഉള്ളി കറി വയ്ക്കുമ്പോൾ അതിന് കൂടെ വറുത്തിട്ട് വയ്ക്കാൻ കുറച്ച് അരച്ചും കൂട്ടണം. അങ്ങനെയാണ് വയ്ക്കുന്നത്. ഭയങ്കര ടേസ്റ്റായ ഒരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കഴിക്കണം. വീഡിയോ ഫുള്ളും കാണുമെന്ന് മനസ്സിലായ ശേഷം ഉണ്ടാക്കണം. എല്ലാവർക്കും അറിയും, അറിയാത്തവർക്കാണ് പറയുന്നത് പ്രത്യേകം കേട്ടോ. എന്നാൽ ശരി, നമുക്ക് ഇനി അരച്ചിട്ട് പിന്നെ കാണാം വീണ്ടും. മീൻ വറുത്ത എണ്ണയാണ്. നമുക്കതിൽ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം കുറച്ച് ഉള്ളി വറുക്കാം. മീൻ വറുത്ത എണ്ണയാണ്. അതിൽ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഒന്ന് കുറച്ച് ചതച്ചാലാണ് ചോറുന്ന മഞ്ഞ ഇടാം. ഇതെടുക്കെടുത്തിട്ട് അതിൽ വെക്കണം. ആവട്ടെ. ഈ വറുത്തയില വെച്ചൊരു കുഴപ്പമില്ലല്ലോ. അതിൽ ഒരേ പാത്രത്തിൽ എല്ലാം ആക്കാം. ഇത് ഉള്ളി അരച്ച് കൂട്ടാനാണ് അരച്ചിട്ട് കറിയിൽ നമുക്ക് ഓരോന്നോരോന്നോ ഇടാം. ഉലുവിടാം ആദ്യം. ഇഞ്ചി ഇറങ്ങി കുറച്ച് കുഞ്ഞിനുള്ളി മുറിച്ചതാണ് ഉണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കതച്ച് തീർന്നിട്ട് കുറച്ച് സ്പൂണ് വേപ്പിലിടാം. തക്കാളി ഇടാം.
ആ മീൻ വറുത്ത എണ്ണ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വേറെ എണ്ണ മാറ്റി ഉണ്ടാക്കാം. തക്കാളിയൊക്കെ നുടയട്ടെ. അത് നമ്മുടെ മുളക് അരച്ച് വെള്ളം ഇല്ലാണ്ട് അരച്ചാണ് കൊടുത്താണ് ഇടാം. വെള്ളം ഒഴിച്ച് പണി അരയ്ക്കാം. എന്താ മണം, മണക്കറി. ഇതാണ് അരച്ചത്. നല്ല നൈസായിട്ട് അരച്ചിട്ടുണ്ട്. മുളക്, മല്ലി, പിന്നെ ഒരു സ്പൂണ് ഉലുവ, ഒരു സ്പൂണ് പെരുംജീരകം. പെരുംജീരകം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞങ്ങൾക്ക് ഒരു മണത്തിന് വേണ്ടിയിട്ടൊക്കെയാണ്, ടേസ്റ്റ് ആയിട്ടുണ്ടാവും. പൊടിയിടാം. വെള്ളം വേണ്ട ഒഴിച്ച് അരക്കുന്ന വെള്ളം ഒഴിക്കാണ്ട് അരച്ചത് പൊടിച്ചത്. പിന്നെ പുളി നല്ല തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കേ വേണ്ടുള്ളൂ. പുളി നല്ല കലക്കി തിളപ്പിച്ച് നല്ല 10-15 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പൊടിയിടാം. മുളക്, മല്ലി, ഉലുവ, പെരുംജീരകം. ഒരു വറുത്ത് പൊടിച്ചാണ്. നല്ല നൈസായി പൊടിക്കണം. അല്ലെങ്കിൽ അരച്ചാലും മതി, വെള്ളം വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇടാം. ചൂടുവെള്ളം ഒഴിക്കാം. മെയ്യിൽ വന്നിട്ട് എന്താ ഈ കരട് എന്താ പറയാ, ഇതാണ് വറവാണ് പ്രധാനം. അതുമാതിരി വറക്കലാണ് എല്ലാം. ഇനി ഇത് അരച്ചു കൊണ്ടിരുന്നുണ്ട്. ഈ എന്താ പറയാ കുഞ്ഞുള്ളി വറുത്ത് വെച്ചില്ല, അരച്ചു കൊണ്ടിരണം. ഇതിടാം കറിയില്. മസാല എല്ലാം, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടു. തക്കാളി എല്ലാം റെഡിയായി. വറുത്തരച്ച മീൻകറിയാണ്, സ്പെഷ്യൽ മീൻകറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. മറ്റേ പുളി തിളപ്പിച്ച് വേവിച്ച് വെച്ചാണ് ഇത് ഒഴിക്കാം. 15 മിനിറ്റ് തിളപ്പിച്ചിരുന്നു. പുളി ചട്ടിയിൽ തിളപ്പിച്ചാണ്. വേണ്ട അത്ര വെള്ളം കൂട്ടാൻ, കുറയ്ക്കാം, ഉപ്പ് നോക്കാം. 5 മിനിറ്റ് തിളച്ച കറിയായി. മീനിടണം. ഉള്ളി ജാറിൽ അരച്ചാണ്, കുഞ്ഞൻ ഉള്ളിയാണ്, നല്ല അരട്ടില്ല. കറി റെഡിയായി. ഇനി മീനിടണം. നല്ല മണക്ക മീൻ കറി. എപ്പോഴും ഒരേ മാതിരി വെക്കണേ, കുറച്ച് മാറ്റിയൊക്കെ വെച്ച് നോക്കാം. അപ്പം എല്ലാം ടേസ്റ്റ് അറിയാലോ. ഒരേ മാതിരി വെച്ചാൽ അത് ഒരേ ടേസ്റ്റിൽ നമ്മൾ കഴിക്കുള്ളൂ. മീൻ തിളച്ചു, അല്ല കറി തിളച്ചു. നമുക്ക് നമ്മുടെ മീൻ കുട്ടന്മാരെ ഇടാം. മീൻ കഷ്ണം നമ്മുടെ സൂപ്പർ വറുത്തരച്ച മീൻകറി റെഡിയായി. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം, കണ്ടിട്ട് കറി ഉണ്ടാക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. എന്നാൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.